ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു അടിപൊളി മാംഗോ ഐസ്ക്രീമാണ്. ഇതിന്റെ ടേസ്റ്റിന്റെ കാര്യമാണെങ്കിൽ ഒരു രക്ഷയില്ല കേട്ടോ, അപാര ടേസ്റ്റാണ്. കണ്ടോ, മാങ്ങ കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ കടിക്കാനായിട്ട് കിട്ടുന്ന ഒരു മാംഗോ ഐസ്ക്രീമാണ്. വാങ്ങാൻ പോലും കിട്ടില്ല കേട്ടോ ഇത്രയും ടേസ്റ്റുള്ള ഒരു മാംഗോ ഐസ്ക്രീം. പിന്നെ നമ്മൾ ഈ ഒരു ഐസ്ക്രീം ഉണ്ടാക്കുന്നത് മിക്സിയിലാണ്, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഉണ്ടാക്കാം. ഇതുണ്ടാക്കി സെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബ്രാൻഡഡ് ഐസ്ക്രീം ഒന്നും ആരും വാങ്ങില്ല. അപ്പോൾ നമുക്ക് നല്ല അടിപൊളി മാംഗോ ഐസ്ക്രീമിൻ്റെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ മാംഗോ ഐസ്ക്രീം ഉണ്ടാക്കാനായിട്ട് മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഒരു മാങ്ങ എന്ന് പറഞ്ഞാൽ ഇച്ചിരി അത്യാവശ്യം വലിയ മാങ്ങയാണ്. അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് നോക്കുന്ന സമയത്ത് 460 ഗ്രാം ഉണ്ട്. ബങ്കനപ്പള്ളിയാണെന്ന് തോന്നുന്നു. ഏത് മാങ്ങയായാലും കുഴപ്പമില്ല. ഒരുപാട് പുളിയില്ലാത്ത എന്നാൽ ഒരുപാട് നാരുകളൊന്നും ഇല്ലാത്ത മാങ്ങ എടുക്കുകയാണ് നല്ലത്. ഇത് സ്ലൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു തിന്നായിട്ടുള്ള ഒരു സ്ലൈസ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്ത് വെക്കാം. ഒരു 1/4 കപ്പൊക്കെ മതിയാകും. ഇനി നമുക്ക് അടുപ്പത്ത് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് തീ കത്തിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അത് തിളച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മളിത് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടുള്ള മാംഗോ പീസസ് ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. അതിട്ട് ഓൾറെഡി തിളച്ചിടക്കുമല്ലേ പഞ്ചസാര പാനി, അപ്പോൾ അതിലേക്ക് ഇട്ട് ഒരു 1-2 മിനിറ്റ് ഒന്ന് ഇളക്കിയാൽ മതി. അപ്പോഴത്തേക്ക് അതിൻ്റെ കളർ ഒന്ന് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആയിട്ട് ആ പഞ്ചസാര പാനിയൊക്കെ അതിൻ്റെ മുകളിൽ നന്നായിട്ട് കോട്ട് ചെയ്ത് നല്ല ഡ്രൈ ആയിട്ട് വരും. അതുവരെ ഒന്ന് തിളപ്പിച്ച് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിരിക്കുക കേട്ടോ, തീ കുറച്ചൊന്നും വെക്കരുത്. പെട്ടെന്ന് നമ്മളിത് റെഡിയാക്കി എടുക്കണം. ഒരുപാട് സമയത്ത് തിളപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. അതായത് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അത് നമുക്ക് ഓഫാക്കി കൊടുക്കാം. നമുക്കൊരു ഇത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് 1.5 കപ്പോളം മാങ്ങ കഷ്ണങ്ങൾ വലിയ കഷ്ണങ്ങളാക്കി എടുത്തതാണ്. അതിപ്പോൾ എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിപ്പം അരച്ചെടുത്തിട്ടുണ്ട്. എടുത്ത് നോക്കുന്ന സമയത്ത് 1 കപ്പോളം വേണം കേട്ടോ. ഒരു 1/4 കപ്പായാലും കുഴപ്പമൊന്നുമില്ല. അത് നമുക്കൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നല്ല കളറുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് നല്ല കളറുള്ള മാംഗോ ഐസ്ക്രീം കിട്ടുകയും ചെയ്യും. ഇത് പക്ഷെ അത്രയ്ക്ക് ഭയങ്കര കളറൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. അതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റാവട്ടെ. ഇനി നമുക്ക് തീ കത്തിച്ചു കൊടുക്കാം. തീ കത്തുമ്പോൾ തന്നെ അത് ബാക്കിയുള്ള പഞ്ചസാര അതിൽ നിന്ന് അങ്ങ് മെൽറ്റ് ആയിക്കോളും, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് തിളച്ച് വരുന്നുണ്ട്. തിളച്ചതിന് ശേഷം 1-2 മിനിറ്റ് ഒന്ന് വെച്ച് തിളപ്പിച്ചാൽ മതി. അപ്പോഴത്തേക്കും ആ മാങ്ങയുടെ കളർ ചെറുതായിട്ടൊന്ന് ലൈറ്റായിട്ടൊന്ന് ചേഞ്ച് ആവും. അത് മാത്രം മതി. ഇപ്പോൾ നമ്മൾ മാംഗോ ഐസ്ക്രീം ഒക്കെ ഉണ്ടാക്കാനായിട്ട് മാങ്ങ ഷേക്കൊക്കെ അടിക്കാനായിട്ട് എടുക്കുന്ന പോലെ എടുക്കരുത് കേട്ടോ. അങ്ങനെ എടുക്കുമ്പോൾ കുറച്ച് സമയം ഇരുന്ന് കഴിയുമ്പോൾ അതിൻ്റെ ടേസ്റ്റൊക്കെ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. ഈ ഒരു പ്രോസസ്സ് ചെയ്തതിന് ശേഷം വേണം ചെയ്യാൻ. നമ്മളിപ്പം മാംഗോ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തില്ലേ, ആ ഒരു പ്രോസസ്സ് തന്നെയാണിത്. ഇനി നമുക്ക് മിക്സിയുടെ ജാർ എടുക്കാം. ഇത് ഞാൻ 2 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തതാണ്. നമുക്കതിൻ്റെ ഉള്ളിലത്തെ വെള്ളം ഒന്ന് തുടച്ച് കളയാം. ചിലപ്പം ഫ്രീസറിൽ നിന്ന് പുറത്തെടുക്കുമ്പോൾ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ ഒന്ന് തുടച്ച് മാറ്റാം. നമുക്ക് അതിലേക്ക് നല്ല തണുത്തിരിക്കുന്ന വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ്. ഞാൻ എടുക്കുന്ന ഫിയോണയുടെ വിപ്പിംഗ് ക്രീമാണ്. ഏതായാലും കുഴപ്പമൊന്നുമില്ല. അത് നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഞാനിത് അടിക്കുന്ന കാണിക്കുന്നില്ല, കാരണം ഒരുപാട് ഐസ്ക്രീം റെസിപ്പീസ് നമ്മൾ ചിക്കൂസ് സ്റ്റൈലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നന്നായിട്ട് ലോയിൽ നിന്ന് ഹൈയിലേക്ക് ഇട്ടിട്ട് ഒരു 45 സെക്കൻഡ് to 1 മിനിറ്റ് അത്ര മാത്രം അടിച്ചാൽ മതിയാകും. അപ്പോഴത്തേക്കും ആ ബ്ലേഡിൻ്റെ സൗണ്ട് ഒന്നിങ്ങനെ മാറി വരുന്നുണ്ടാവും. അപ്പോൾ മാറി വരുന്ന സമയത്ത് അങ്ങ് ഓഫാക്കിയാൽ മതി. ഇപ്പോൾ വിപ്പിംഗ് ക്രീം നമ്മൾ കേക്കിന് ഒക്കെ വിപ്പ് ചെയ്യുന്ന പോലെ തിക്കാവരുത്. അതിന് മുമ്പത്തെ ആ ഒരു കണ്ടീഷനാണ്. ബീറ്റർ ഉള്ളവരാണെങ്കിൽ ബീറ്റർ വെച്ച് ചെയ്യുകയാണെങ്കിലും പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഒരുപാട് വിപ്പ് ചെയ്ത് സ്റ്റിഫ് പീക്കൊന്നും ആക്കിയെടുക്കരുത്. അതിന് മുമ്പേ ആ ഒരു കുറച്ചൊന്ന് തിക്കായി വരുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം എടുക്കാനായിട്ട്. വേണ്ട ഈ ഒരു കൺസിസ്റ്റൻസി. ഇനി നമുക്കിതിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന മാംഗോ പ്യൂരി ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ഒഴിക്കാവുള്ളൂ. ഇപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് സമയമില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് തണുത്തു വന്നുള്ളൂ. ഫ്രിഡ്ജിൽ വെക്കണമെന്നില്ല, പുറത്തെ റൂം ടെമ്പറേച്ചർ ആയിരുന്നാൽ മതി. അത് ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. അത് നമുക്കൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അതിൽ ലോ സ്പീഡിലിട്ടിട്ട് അടിച്ചാൽ മതി. ഒരു 10 സെക്കൻഡൊക്കെ ഒന്ന് അടിച്ചാൽ മതി. അതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സായി വരണം, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. തിളപ്പിച്ച് ആറിയ പാലാണേ. അതുകൂടെ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുത്തിരുന്നാൽ മതി. ഒരുപാട് സമയത്ത് അടിക്കണ്ട. അപ്പോൾ അതും അടിച്ച് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല ഈ ഒരു കൺസിസ്റ്റൻസിയിലാണുള്ളത്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കാം. ഏത് പാത്രമായാലും മതി കേട്ടോ. പലരും ഞാൻ ഗ്ലാസ് ബൗൾ എടുക്കുന്ന സമയത്ത് അത് തന്നെ വേണമെന്ന് ചോദിക്കാറുണ്ട്. ഏതല്ല, ഏത് പ്ലാസ്റ്റിക് ആയാലും സ്റ്റീലിൻ്റെ പാത്രമായാലും ഏതായാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് മുഴുവനായിട്ടങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങ കഷ്ണങ്ങളില്ലേ, ആദ്യം പ്രിപ്പയർ ചെയ്തില്ലേ, അത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അതും കൂടെ ഇട്ട് കൊടുക്കാം. എല്ലായിടത്തും എത്തത്തക്ക വിധത്തിലൊന്ന് ഇളക്കി കൊടുക്കാം.
നമുക്കിത് നന്നായിട്ട് എയർ ടൈറ്റ് ആയിട്ട് അടച്ചിട്ട് ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കണം. ഇപ്പം നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള അടപ്പാണെന്നുണ്ടെങ്കിൽ ആ അടപ്പ് തന്നെ മതി. ഇതിന് എനിക്ക് അടപ്പില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ക്ലിംഗ് റാപ്പ് വെച്ചിട്ടൊന്ന് അടച്ചു വെക്കുകയാണ്. നമുക്ക് ഫ്രീസറിലേക്ക് വെക്കാം. ഓവർനൈറ്റ് ഫ്രീസറിൽ വെക്കാം, അല്ലെങ്കിൽ ഒരു 5 to 6 hours ഒക്കെ വെച്ചിരുന്നാലും മതിയാകും. അപ്പോൾ ഇതാ നെക്സ്റ്റ് ഡേ ആയിട്ടുണ്ട്. നമുക്ക് ഐസ്ക്രീം എടുക്കാം. നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിപ്പുണ്ട് ഐസ്ക്രീം. സ്കൂപ്പ് വെച്ച് സ്കൂപ്പ് ചെയ്ത് എടുക്കാം. ഐസ്ക്രീം എടുക്കുന്ന സമയത്ത് ഡയറക്റ്റ് ഫ്രീസറിൽ നിന്ന് എടുത്തെടുക്കാൻ നമുക്ക് കിട്ടില്ല കേട്ടോ. കുറച്ച് സമയം ഒരു 10-15 മിനിറ്റൊക്കെ ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ച് ആ ഫ്രിഡ്ജിൻ്റെ തണുപ്പിലിരുന്ന് കഴിയുമ്പം കുറച്ച് നമുക്കിങ്ങനെ സ്കൂപ്പ് ചെയ്തെടുക്കാൻ എളുപ്പമായിരിക്കും. അങ്ങനെ വെച്ചിട്ട് എടുക്കുകയാണ് നല്ലത്. ഇല്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് കട്ട് ചെയ്തെടുത്താലും മതി. കണ്ടോ, മാങ്ങയുടെ കഷ്ണങ്ങളൊക്കെ കിടപ്പുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് മാങ്ങ കഷ്ണങ്ങൾ കിടക്കുന്നത്. നമുക്ക് കപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. അടിപൊളി മാങ്ങാ കഷ്ണങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ ഐസ്ക്രീമാണ്. ഭയങ്കര ടെംപ്റ്റിംഗ് ആണ് കേട്ടോ ഈ ഒരു മാംഗോ ഐസ്ക്രീം. നല്ല ടേസ്റ്റാണ്. ഐസ്ക്രീമിൻ്റെ ടെക്സ്ചറൊക്കെ കണ്ടോ, കറക്റ്റ് അതേ ടെക്സ്ചറിൽ തന്നെയാണുള്ളത്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കഴിക്കട്ടെ. അടിപൊളി അടിപൊളി എന്ന് പറഞ്ഞാൽ വാങ്ങിക്കാൻ പോലും കിട്ടില്ല കേട്ടോ. ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാംഗോ ഐസ്ക്രീം. മാങ്ങയുടെ കഷ്ണങ്ങൾ ഇങ്ങനെ കടിക്കാനായിട്ട് കിട്ടുന്നുണ്ട്. നല്ല ടേസ്റ്റാണ്. ആ മാങ്ങയുടെ കഷ്ണത്തിനൊന്നും നമ്മൾ വേവിച്ചിട്ടാണ് ഇട്ടതെങ്കിലും ആ ഒരു ടേസ്റ്റ് ഒന്നും മാറില്ല. ടേസ്റ്റ് കുറച്ചുകൂടെ ഒന്ന് എൻഹാൻസ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇതൊക്കെ ഉണ്ടാക്കി ഇപ്പോൾ സെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആരും ബ്രാൻഡഡ് ഐസ്ക്രീം വാങ്ങാൻ വേണ്ടി പോവില്ല. അപ്പോൾ ഈ ഒരു ക്വാണ്ടിറ്റി കൊണ്ട് ചെയ്യുമ്പം 750 ml ഐസ്ക്രീമാണ് കിട്ടുന്നത്. അപ്പോൾ മാങ്ങയൊക്കെ ധാരാളം ഉണ്ടല്ലോ, അപ്പോൾ ഉണ്ടാക്കി നോക്കണം. കുട്ടികൾക്കൊക്കെ തന്നെ ഉണ്ടാക്കാവുന്നല്ലേ ഉള്ളൂ. മിക്സിയിലല്ലേ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. എല്ലാവർക്കും ഉണ്ടാക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.